കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇന്നലെ ഉണ്ടായ ദാരുണമായ സംഭവത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായിരിക്കുമ്പോൾ ഇപ്പോഴും അവശേഷിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിർമ്മാണം പൂർത്തിയായ പുതിയ ബ്ലോക്കിലേക്ക് അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിലെ വാർഡുകൾ മാറ്റാതിരുന്നത് എന്തുകൊണ്ട്? രക്ഷാപ്രവർത്തനം വൈകാനുണ്ടായ സാഹചര്യം എന്ത്? പുതിയ ബ്ലോക്കിലേക്ക് മാറിയ രോഗികളുടെ ചികിത്സ പ്രതിസന്ധിയിലാകുമോ? ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ വർഗീസ് പി പുന്നൂസ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഉണ്ടായത് വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു. ഇത് സംബന്ധിച്ച് തർക്കങ്ങളും ആരോപണങ്ങളുമൊക്കെ നിലനിൽക്കുമ്പോൾ ധാരാളം ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വർഗീസ് പി പുന്നൂസ് നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇന്നലെ ഉണ്ടായ ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആ വാർഡുകളിലെ രോഗികളെ മുഴുവൻ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത്ര പെട്ടെന്ന് മാറ്റാവുന്ന ഒരു കാര്യമായിരുന്നോ അവിടെ ഉണ്ടായിരുന്നത്? എന്തുകൊണ്ട് എങ്കിൽ പിന്നെ നേരത്തെ നടത്തിക്കൂടാ, അങ്ങനെയെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നാണ്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചോദ്യം വരാം. ഈ ഒരു അപകടം നടന്നതിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത്രയും പേഷ്യൻസിനെ മാറ്റിയിരുന്നു എങ്കിൽ ഇത് എന്തുകൊണ്ട് നേരത്തെ ചെയ്തുകൂടായിരുന്നു? നല്ല ചോദ്യം. അതിൻ്റെ അടിസ്ഥാന കാരണം ഇതൊരു സർജിക്കൽ ബ്ലോക്കാണ്. ആ സർജിക്കൽ ബ്ലോക്കിൽ ഓപ്പറേഷൻ തിയേറ്ററാണ് ഒരു സർജിക്കൽ ബ്ലോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. 14 ഓപ്പറേഷൻ തിയേറ്ററുകൾ ഇവിടെ റെഡിയായി തീർന്നിട്ടില്ല. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ അതിൻ്റെ അവസാനഘട്ട മിനുക്കുപണി എന്ന് പറയുന്ന സൂക്ഷ്മമായി അതിനകത്ത് ചെയ്യേണ്ടതായ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്റർ, പഴയ ഓപ്പറേഷൻ തിയേറ്റർ അവിടെ നിലനിർത്തി അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ബിൽഡിംഗ് ഇടിച്ചു കളഞ്ഞ് ഇങ്ങോട്ട് വാർഡ് മാത്രമായിട്ട് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫീസിബിൾ അല്ല, അത് നമുക്കൊരു ഓപ്പറേഷനിലല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഓപ്പറേഷൻ തിയേറ്ററുകളോടുകൂടെ വളരെ ത്വരിതഗതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു കൗണ്ട് ഡൗൺ അല്ലെ ഒരു ടൈം ലൈൻ വെച്ച് ജൂലൈ 31-നകം അത് ഉപയോഗയോഗ്യമാകത്തക്ക രീതിയിലുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ ബിൽഡിംഗ് കംപ്ലീറ്റാണ്, പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററുകൾ കംപ്ലീറ്റ് അല്ല. അതുകൊണ്ടാണ് ആ ഒരു താമസം അവിടെ വന്നിരുന്നത്. പിന്നെ ഇന്നലെ ഒരു ക്രൈസിസ് വന്നപ്പോൾ നമ്മുടെ മുമ്പിൽ വാർഡുകളെല്ലാം സജ്ജമാണ്. വാർഡുകൾ 100% എന്ന് തന്നെ പറയാം. 100% സജ്ജമാണ്. അതുകൊണ്ട് വാർഡിലേക്ക് ഇന്നലെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ പേഷ്യൻസിനെ നമ്മൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വളരെ സ്മൂത്തായിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യുകയും കാര്യങ്ങളെല്ലാം സുസജ്ജമായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്ന 11-14 വാർഡുകളുടെ ശുചിമുറി മാത്രമാണ് അടച്ചിരുന്നത്. 10-ാം വാർഡിൻ്റേത് അടച്ചിരുന്നില്ല. അവിടെ കയറിയ സ്ത്രീയായാണ് ഈ അപകടത്തിൽ മരണപ്പെടാനും കാരണമായത്. അപ്പോൾ ഈ ഒരു അപകടാവസ്ഥ, ഈ 10-ാം വാർഡിൻ്റെ ശുചിമുറിയും അപകടാവസ്ഥയിലാണെന്ന് ഈ മുൻപ് പരിശോധനകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ലേ എന്നൊരു ചോദ്യം ഉയർന്നു. ആ 3 നിലകളിലായിട്ടാണ് ആ ഒരു ബിൽഡിംഗ് ഉള്ളത്. ഏറ്റവും താഴത്തെ നില 11, അതിൻ്റെ മുകളിൽ 14-ാം വാർഡ്, ഏറ്റവും മുകളിൽ 10-ാം വാർഡ്. 11, 14 ഈ 2 വാർഡുകളിൽ, അത് ഓർത്തോ വാർഡും ജനറൽ സർജറി വാർഡുമാണ്. ആ 2 വാർഡുകളിലെ ശുചിമുറികൾക്കാണ് ദൗർബല്യമുണ്ടെന്നും അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണെന്നുള്ള ഒരു പരിശോധനയിൽ, അത് ഇവിടെ തന്നെ ആശുപത്രിയിൽ തന്നെ നടത്തിയ പരിശോധനയിൽ ബോധ്യപ്പെട്ട കാര്യമാണ്. അത് പൂട്ടിയിരുന്നു. അങ്ങോട്ട് പേഷ്യൻസിന് ആക്സസ് കൊടുത്തിട്ടില്ല. പകരം സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിരുന്നു. 11-ലും 14-ലും വേറെ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉപയോഗിച്ച് അവിടെയുള്ള ആൾക്കാർക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഉപയോഗിക്കാൻ വേണ്ടി. 10-ാം വാർഡ് ഏറ്റവും ടോപ്പ് ഫ്ലോറിലുള്ള, അത് 11-നേക്കാളും 14-നേക്കാളും കുറച്ചുകൂടെ താരതമ്യേന പുതിയ നിർമ്മിതിയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടോയ്ലറ്റ് ബ്ലോക്കുകൾക്ക് ഒരു സുരക്ഷാ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ 10-ാം വാർഡ് ഒരു ചെറിയ വാർഡാണ്. ആ ചെറിയ വാർഡിലെ ആൾക്കാരുടെ ഉപയോഗത്തിനായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. തീർച്ചയായും. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇവിടേക്ക് യന്ത്രസാമഗ്രികൾ അല്ലെങ്കിൽ JCB പോലുള്ള യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ വേറെ താമസം നേരിട്ടു. അതാണ് ഒരു പക്ഷേ രക്ഷാപ്രവർത്തനം വൈകി എന്ന ഒരു ആരോപണം ഉയരുന്നതിന് കാരണം. അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രയും ബിൽഡിങ്ങുകളുള്ള ഒരു സ്ഥലത്ത് ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം കൃത്യമായ രീതിയിൽ അവിടേക്ക് ഒരു അടിയന്തര ഘട്ടമുണ്ടായാൽ വാഹനങ്ങൾ എത്താൻ അല്ലെങ്കിൽ ഫയർഫോഴ്സിന് എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണം നടത്താൻ. അപ്പോൾ പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഒരു ഘടനയല്ല ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒരു 1-1.5 മണിക്കൂറോളം ഈ JCB ഉള്ളിലേക്ക് എത്താൻ വൈകിയത്. അതേക്കുറിച്ച് എന്താ? അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇന്നലെ അപകടം ഉണ്ടായ ഈ സ്ഥലമൊക്കെ 1960കളിൽ നടന്ന നിർമ്മിതികളാണ്. അന്നത്തെ കാലഘട്ടത്തിലെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടായിരിക്കണം അന്നത്തെ വർക്കുകൾ ചെയ്തിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പൂർണ്ണമായ രീതിയിൽ ആ ബിൽഡിങ്ങുകളിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു JCBക്ക് അവിടെ എത്തിച്ചേരാനായിട്ടുള്ള ഒരു താമസവും തടസ്സവും ഒക്കെ ഉണ്ടായത്.
JCB ആ നിമിഷം ഈ അപകടം നടന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ JCB പറഞ്ഞിരുന്നു, JCB വന്നിരുന്നു. പക്ഷേ ഈ റോഡിൽ നിന്നും ഈ അപകടത്തിൻ്റെ സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കുറേ തടസ്സങ്ങൾ വന്നിരുന്നു. അത് ബിൽഡിങ്ങുകളുടെ നിർമ്മിതിയിലും അതിൻ്റെ ഡിസൈനിലും ഒക്കെ വന്നിരിക്കുന്ന അന്നത്തെ കാലത്ത് 60കളിലെയാണ് നമ്മൾ സംസാരിക്കുന്നത് വിചാരിക്കണം. പക്ഷേ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരുപാട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ഫയറിൻ്റെ ആണെങ്കിലും ശരി, എല്ലാ രീതിയിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചിട്ട് തന്നെയാണ് പുതിയ ബിൽഡിങ്ങുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ അന്വേഷണം ആരംഭിക്കുമെന്നാണ് മാധ്യമങ്ങളോട് ഇന്നലെ പങ്കുവച്ചത്. അപ്പോൾ അദ്ദേഹം എപ്പോഴും എത്തുമെന്നും ഈ അന്വേഷണത്തിൻ്റെ ഒരു ഘടന എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇതിലേക്ക് പരിഗണിക്കുക എന്നുള്ള സൂചനകൾ വല്ലതും? നോക്കൂ, നമ്മളിപ്പോൾ അന്വേഷണത്തിന് വിധേയരായിരിക്കുന്ന ഒരു സ്ഥാപനമാണിത്. അതിൻ്റെ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട കളക്ടർക്ക് ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവാം. അന്വേഷണം ഇന്ന് ഉണ്ടാകുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ബാക്കി വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അന്വേഷണത്തിൻ്റെ ടേംസ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഗവൺമെൻറ് കളക്ടർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്. നമുക്കതേപ്പറ്റി അറിഞ്ഞുകൂടാം. നമുക്കിപ്പോൾ ഇതിൻ്റേണലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളൊരു അന്വേഷണവും കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ടുണ്ടോ ഇതിനെപ്പറ്റി? വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു സുരക്ഷാ ഓഡിറ്റ് ഇവിടെയുണ്ട്. ഒരു സെക്യൂരിറ്റി ഓഡിറ്റ് ഉണ്ട്. അത് ക്രമമായിട്ടുള്ള സെക്യൂരിറ്റി റൗണ്ട്സ് ഉണ്ട്. സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും RMOയും നഴ്സിംഗ് സർജൻ്റ് ഇവരെല്ലാം ചേർന്ന് വാർഡുകളിലും സ്ഥലങ്ങളിലും ഒക്കെ ചെന്ന് സുരക്ഷ നിരന്തരമായ അന്വേഷണത്തിലാണ് 11ലെയും 14ലെയും ടോയ്ലറ്റ് ബ്ലോക്കുകൾ ഉപയോഗശൂന്യമാണെന്ന് കണ്ടെത്തുകയും അത് കോർഡൻ ഓഫ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. അങ്ങനൊരു സംവിധാനം ഇവിടെ നിലവിലുണ്ട്. ഇപ്പോൾ ഇന്നലെ ഈ കാര്യം ഉണ്ടായതിന് ശേഷവും ആദ്യത്തെ ഇവാക്വേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ശേഷം ഞങ്ങൾ രാത്രി 12 മണി കഴിഞ്ഞിട്ടും ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുകയും നിലവിലുള്ള ബിൽഡിങ്ങുകൾക്കും ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നതിൻ്റെ എല്ലാം സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള നമ്മുടെ സേഫ്റ്റി സംവിധാനമുണ്ട്. ഇവിടുത്തെ സേഫ്റ്റി ഓഫീസറുണ്ട്, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസറുണ്ട്, ഹൗസ് കീപ്പിംഗ് ഉണ്ട്, ആശുപത്രി സുരക്ഷാ ജീവനക്കാരുണ്ട്, നഴ്സിംഗ് വിഭാഗമുണ്ട്, അതാത് വാർഡുകളിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അത് നമ്മൾ ആ രീതി വളരെ കാര്യക്ഷമമായിട്ട് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ വാർഡുകൾ പുതിയ ബ്ലോക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ രോഗികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ അതിലെന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ പുനർക്രമീകരണങ്ങളോ വല്ലതും ഉണ്ടോ? അത് സാധാരണയുള്ള ഒരു പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ വെളുപ്പിന് 7 മണിക്ക് തന്നെ ഞാനിവിടെ എത്തി എല്ലാ വാർഡുകളിലും പുതിയതായിട്ട് ഷിഫ്റ്റ് ചെയ്ത 320ഓളം പേഷ്യൻസ് 8 വാർഡുകളിലായിട്ടുണ്ട്. അവർക്ക് എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അത് ഇന്നലെ രാത്രിയിൽ ആ ഷിഫ്റ്റിംഗ് നടന്നതിൻ്റെ ഒരു ക്രൈസിസിലൊക്കെ നമ്മുടെ സ്റ്റാഫ്, പ്രത്യേകിച്ച് നഴ്സസും മറ്റ് സ്റ്റാഫും ഒക്കെ വളരെ അപ്പം ആ വാർഡ് കെയർ, ഇൻപേഷ്യൻ കെയർ ഭംഗിയായിട്ട് തന്നെ പോകുന്നു. പിന്നെ തിയേറ്ററിൻ്റെ കാര്യം, തിയേറ്റർ നമ്മൾ ഇന്നത്തേന് ഏതാണേലും ആ ബിൽഡിങ്ങിലെ 10 ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കേണ്ട എലക്റ്റീവ് കേസുകളല്ല ഇന്നൊരു ദിവസം നടക്കത്തില്ല. പകരം സംവിധാനം നമ്മൾ അതിനൊരു ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കാഷ്വാലിറ്റിയിലും എമർജൻസിയിലും ഒക്കെ ഉള്ള തിയേറ്ററുകൾ, ട്രോമ കെയറിലും ഒക്കെ ഉള്ള തിയേറ്ററുകൾ 24 മണിക്കൂറും പല ഷിഫ്റ്റായിട്ട് പ്രവർത്തിപ്പിച്ച് നേരത്തെ കൊടുത്തിരുന്ന പോലെ തന്നെയുള്ള ഓപ്പറേഷൻ കെയറുകൾ, സർജിക്കൽ കെയറുകൾ കൊടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെൻറ്റ്, തിയേറ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഒക്കെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിലൊരു തീരുമാനമാവും. ഈ ഒരു ദിവസത്തെ ഡിസ്റപ്ഷൻ ഒഴിച്ചാൽ അല്ലെ 1-1.5 ദിവസം അതിൻ്റെ ഫ്യൂമിഗേഷനും ഡിസിൻഫെക്ഷനും ഒക്കെ ശരിയായതിന് ശേഷം ഏറ്റവും വേഗം തന്നെ സാധാരണ രീതിയിലേക്ക് എലക്റ്റീവ് സർജറികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എമർജൻസി സർജറികൾക്കെല്ലാം ഇപ്പോൾ തന്നെ നിലവിൽ കാഷ്വാലിറ്റിയിലും എമർജൻസിയിലും അതിനുള്ള സംവിധാനം ഭംഗിയായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഉണ്ടായ ഒരു ദാരുണമായ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നു. വാർഡുകൾ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇതൊന്നും ആശുപത്രിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തില്ല. അതേസമയം ഇന്ന് നടക്കേണ്ടിയിരുന്ന സർജറികൾ, ഈ വിഭാഗത്തിൽ നടത്തേണ്ടിയിരുന്ന സർജറികൾ നാളേക്ക് മാറ്റും. കാരണം പുതിയ ബ്ലോക്കിലെ സർജിക്കൽ വാർഡ് ഉൾപ്പെടെ അണുവിമുക്തമാക്കുക ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തേണ്ടതുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം അതേപടി തന്നെ നടക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വർഗീസ് പുന്നോസ് നമ്മോട് പങ്കുവച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും അമൃത ന്യൂസിന് വേണ്ടി പ്രശാന്ത് ജോസഫ്.